വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനുമ മിസ് ആണ് കേട്ടോ നിങ്ങളുടെ കൂടെയുള്ളത്. അപ്പൊ മക്കള് നല്ല മഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ എന്റെ എല്ലാ മക്കളും സേഫ് ആയിട്ട് ഇരിക്കുന്നതെന്ന് മിസ് വിചാരിക്കുകയാണ്. അപ്പൊ നോക്കിക്കേ, നമ്മൾ 4ാം ക്ലാസ്സിൽ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ചിലതൊക്കെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് മറന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾ മറന്നുപോയ ചില കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ അതറിയാം അല്ലെ, മഴയൊക്കെയാണ്. നിങ്ങളുടെ അമ്മമാരല്ലേ, മഴ പെയ്യുന്ന സമയത്ത് പല ആളുകളുടെയും അമ്മമാർക്കുള്ള ഒരു ഹോബി ആയിരിക്കും ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുക എന്നുള്ള അല്ലെ. കാരണം നല്ല മഴയാണ്, കമ്പാരിറ്റീവ്ലി ചെടികളൊക്കെ വളരാൻ കുറച്ച് സാധ്യത കൂടുതലാണ്. അപ്പൊ ഇന്ന് ടീച്ചർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് അറിയാമോ? വിത്ത് വിതരണത്തിന്റെ കാഴ്ചകളെ കുറിച്ചാണ്. എന്താ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്? സീഡ് ഡിസ്പേഴ്സൽ. എന്താ പഠിക്കാൻ വേണ്ടി പോകുന്നത്? എല്ലാരും പറഞ്ഞേ, വിത്ത് വിതരണത്തിനുള്ള വിവിധ മാർഗങ്ങൾ. അതാണ് നമ്മൾ സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താ ഈ സീഡ് ഡിസ്പേഴ്സൽ? നിങ്ങൾക്ക് അറിയാം അല്ലെ. ഒരു ചെടിയിൽ എന്തുണ്ടായി? വിത്ത് ഉണ്ടായി എന്ന് വിചാരിക്കുക അല്ലെ. ഒരു ചെടിയിൽ വിത്ത് ഉണ്ടായി. ഇപ്പൊ ആ ചെടി അല്ലെ, നമ്മൾ അത് എവിടെയും പോകുന്നില്ല എന്ന് വിചാരിച്ചോ. ഏലക്കോയാൽ എന്ത് ചെയ്യും? ആ ചെടിയിൽ നിന്ന് വല്ല കായിലാണുള്ളതെങ്കിൽ അല്ലെ, ആ കായിൽ നിന്ന് എന്ത് ചെയ്യും? ഇത് നേരെ താഴത്തേക്ക് വീണ് അതേ മണ്ണിൽ തന്നെ അല്ലെ ഇത് വളരാൻ വേണ്ടി തുടങ്ങും. അപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലെ, ആ ചെടിയുടെ തൊട്ട് താഴെ തന്നെ ഇത് വന്ന് വീണാലുള്ള പ്രശ്നം എന്താണ്? നല്ല വെളിച്ചം ചിലപ്പോൾ അതിന് കിട്ടത്തില്ല. കാരണം എന്താണ്? ഈ വലിയ മരത്തിന്റെ അടിയിലല്ലേ ഇതുള്ളത്. അപ്പൊ എന്ത് ചെയ്യത്തില്ല? നല്ല വെളിച്ചം കിട്ടത്തില്ല. ചെടികൾക്ക് വെളിച്ചം ഉണ്ടെങ്കിലല്ലേ വളരാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ വെളിച്ചം ഒന്നും ഇല്ലാതെ, വളമൊന്നും കിട്ടാതെ അല്ലെ ഇതെങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങും? ഉണങ്ങി പോവാൻ വേണ്ടി തുടങ്ങും. അപ്പൊ ചെടികൾക്ക് എന്ത് വേണം? ഒരുപാട് ദൂരേക്ക് അല്ലെ ഈ വിത്ത് ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമല്ലേ നല്ല അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തില് ഈ ചെടിക്ക് വളരാൻ വേണ്ടി പറ്റൂ. അങ്ങനെ സീഡ് ഡിസ്പോസൽ, അതായത് വിത്ത് വിതരണത്തിന് ഒരുപാട് മാർഗങ്ങൾ സഹായിക്കുന്നുണ്ട്. എന്തൊക്കെ മാർഗങ്ങളാണുള്ളതെന്ന് നമുക്കൊന്ന് പഠിച്ചാലോ? ഓൾറെഡി കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ 4ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെ നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്താം. ശരിയാണല്ലോ? റെഡി അല്ലേ എല്ലാവരും? അപ്പൊ എന്തൊക്കെ വഴിയാണ് വിത്ത് വിതരണം നടക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ടീച്ചർ നിങ്ങൾക്ക് കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്നെ പറയാൻ പറ്റുന്നുണ്ടോ നോക്കാം. അപ്പൊ ആദ്യത്തെ ചിത്രം ഇതാണ് അല്ലെ. എന്താണ് ഈ ചിത്രം? ഒരു കരടി ഇതാ ഇങ്ങനെ എന്തൊക്കെയോ അല്ലെ കായ്കളൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ്. അടുത്ത ചിത്രം നോക്കിക്കേ, ഇതാ നോക്കി, എന്താ നിങ്ങൾ കാണുന്നത് അല്ലെ? ഇതാ ആടിന്റെയും ഈ പട്ടിയുടെയും മേലെ എന്തുണ്ട്? ഒരു സാധനം ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി അടുത്ത ചിത്രം നോക്കാം. എന്താ കാണുന്നേ? ഒരു തേങ്ങ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് അല്ലെ, വെള്ളത്തിലൂടെ ഒഴുകി പോകുന്നുണ്ട്. അടുത്ത ചിത്രം നോക്കി, എന്താ ഇത്? ഇതൊരു അപ്പൂപ്പൻ താടി പോലെ ഉണ്ട് അല്ലെ, അപ്പൂപ്പൻ താടി പോലെ ഉണ്ട്. ഈ ചിത്രം നോക്കിക്കേ, ഇത് നോക്കുമ്പോ എന്താ തോന്നുന്നേ? ഇത് നമ്മളെ പൊട്ടുന്ന അല്ലെ, പൊട്ടിത്തെറിച്ചിട്ട് പോകുന്ന സീഡിലെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതെന്താ സംഭവിക്കുക? ഈ വിത്ത് കുറച്ച് കഴിയുമ്പോ അല്ലെ ഈ കായ് എന്ത് ചെയ്യും? ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അല്ലെ. അപ്പൊ ഇതൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, ഇവിടെയൊക്കെ എന്താണ്? ഇപ്പൊ തേങ്ങ എന്ന് പറയുന്നത് അല്ലെ വിത്താണ് അല്ലെ. ആ വിത്ത് മുളച്ചിട്ടാണ്, ആ തേങ്ങ മുളച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പുതിയ ചെടി ഉണ്ടാവുന്നത്. അതൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യാണ്? പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിക്കേ, ഈ ഒരു ചിത്രത്തിൽ അല്ലെ, ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ആടിന്റെയും പട്ടിയുടെയും ഒക്കെ മേലെ ഇതിങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? വിത്തുകളാണല്ലേ. അപ്പൊ എന്ത് ചെയ്യും? ഈ ആടും പട്ടിയൊക്കെ പോകുന്നതിനനുസരിച്ച് ഈ വിത്തുകളും എന്ത് ചെയ്യും? ഇങ്ങനെ പോകാൻ വേണ്ടി തുടങ്ങും. അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കാം? വെള്ളം വഴി അല്ലെ, വെള്ളം വഴി, കാറ്റ് വഴി അല്ലെ, ത്രൂ വിൻഡ് ആൻഡ് വാട്ടർ, ബേർഡ്സ് ആൻഡ് ആനിമൽസ് അല്ലെ, പിന്നെ എന്താണ് നോക്കിക്കേ, ബൈ ബേഴ്സ്റ്റിംഗ് അല്ലെ, പൊട്ടിത്തെറിച്ച്, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? വിത്ത് വിതരണം നടക്കാറുണ്ട് അല്ലെ. എന്തൊക്കെ വഴിയാണ് നോക്കിക്കേ നിങ്ങള്? പല തരത്തിൽ അല്ലെ, ആനിമൽസ് വഴിയും ബേർഡ്സ് വഴിയും ഒക്കെ നടക്കാറില്ലേ. എന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോ കിളികളൊക്കെ എന്ത് ചെയ്യും? പഴവും കൊത്തിക്കൊണ്ട് അങ്ങ് പോവും അല്ലെ. എന്നിട്ട് അത് എവിടെയെങ്കിലും ആണോ ഇരിക്കുന്നത്, അവിടെ ആ പഴം അങ്ങോട്ട് ഇടും അല്ലെ. അതിപ്പോ വിത്ത് താഴെ വീണ് മുളയ്ക്കും. പിന്നെ മഴയത്തല്ലേ ചിലത് ഒഴുകിക്ക് പോകുന്ന കാണാറില്ലേ. അങ്ങനെ ഈ വിത്തുകൾ ഒഴുകി ഒഴുകി ഒരു സ്ഥലത്തെത്തും. അങ്ങനെയും എന്ത് നടക്കാറുണ്ട്? വിത്ത് വിതരണം നടക്കാറുണ്ട്. അപ്പൂപ്പൻ താടി കാട്ടിൽ ഇങ്ങനെ ഒഴുകി പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൂപ്പൻ താടിയുടെ വിത്താളെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, അത് എവിടെയെങ്കിലും വീണ് അതെന്ത് ചെയ്യാൻ തുടങ്ങും? മുളയ്ക്കാൻ വേണ്ടി തുടങ്ങും അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്? വിത്ത് വിതരണത്തിന്റെ
വിവിധ മാർഗങ്ങളാണ് അല്ലെ, നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്, നമുക്ക് ഇനിയും ആവശ്യമുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ കുറെ പ്രത്യേകതകൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വിത്ത് വിതരണം നടക്കുന്നത് അല്ലെ. നോക്കിക്കേ നിങ്ങള്, കാറ്റ് വഴി വിത്ത് വിതരണം നടക്കണം എന്നുണ്ടെങ്കിൽ ആ വിത്തിന് ഭാരം വളരെ കുറവായിരിക്കണ്ടേ. നല്ല വെയിറ്റ് ഉള്ള ഒരു വിത്ത് കാറ്റിലൂടെ ഇങ്ങനെ പോവോ? ഒരിക്കലും പോവത്തില്ല അല്ലെ. ഇനി വാട്ടർ വഴി, ജലം വഴിയുള്ളത് എന്താ സംഭവിക്കുക? ഈ വിത്ത് വെള്ളത്തിൽ വീണാലും എന്ത് ചെയ്യരുത്? ചീഞ്ഞു പോകരുത് അല്ലെ, ചീഞ്ഞു പോകരുത് അല്ലെ. ദേ ഡു നോട്ട് ഡീക്കേ ഈവൻ ദേ ആർ ഇൻ വാട്ടർ ഫോർ ഫ്യൂ ഡേയ്സ് അല്ലെ. കുറെ ദിവസം വെള്ളത്തിലാണെങ്കിൽ പോലും അതെന്ത് ചെയ്യരുത്? ചീഞ്ഞു പോകരുത് അല്ലെ. പിന്നെ വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി കിടക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. യെസ്, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ പ്രത്യേകതകൾ കൂടെ അല്ലെ ഈ ഒരു രീതിയിൽ വിത്ത് വിതരണത്തിന് സഹായിക്കുന്നുണ്ടെന്നുള്ള കാര്യം എന്റെ മക്കള് മനസ്സിലാക്കിയല്ലോ അല്ലെ. ഒരു വീഡിയോ ആണ്, എല്ലാ കുഞ്ഞുങ്ങൾക്കും അല്ലെ മനസ്സിലായെന്ന് ടീച്ചർ വിചാരിക്കുന്നു. അപ്പൊ ടീച്ചർ പറയാത്ത ഏതെങ്കിലും മാർഗം വിത്ത് വിതരണത്തിനുണ്ടോ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് വെക്കുക. അത് താഴെ കമന്റും കൂടെ ചെയ്യാട്ടോ. അപ്പൊ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എന്റെ എല്ലാ കുട്ടികൾക്കും അനുപമ മിസ്സിന്റെ ഒരു ബൈ. നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.